ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല നാടൻ കപ്പ കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു നാടൻ കപ്പ വേവിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചാലോ എന്ന്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ ഏകദേശം 1 കിലോ കപ്പ തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അവ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള നാര് നേരിട്ട് എടുത്തു കളയാൻ പറ്റും. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കപ്പ എടുക്കുന്നു. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയ കപ്പയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിക്കുന്നതിന് മുൻപ്. ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കപ്പ വേവാൻ വേണ്ടി 4 വിസിലാണ് അടുപ്പിക്കുന്നത്. അതിനുശേഷം കപ്പയിലേക്ക് വരുന്ന എക്സ്ട്രാ വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നു. ഇങ്ങനെ വെള്ളം ഊറ്റിയെടുത്ത കപ്പ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിലേക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും 3-4 വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജീരകവും. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. കപ്പ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി അടിച്ചെടുക്കാം. അല്ലാണ്ട് കഷ്ണങ്ങളായി എടുത്ത് തിന്നാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അടിച്ചെടുത്ത കപ്പയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ നന്നായി അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി സ്റ്റൗവിലേക്ക് വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കപ്പ ഒന്നുകൂടി നന്നായി വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. അടിക്ക് പോകാൻ മറ്റും പാടില്ല. ഇതിൻ്റെ കൂടെ മത്തി വേവിച്ചതോ അല്ലെങ്കിൽ ഏത് മീനായാലും മുളകിട്ടത് കൂട്ടിക്കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിരിക്കും. നമ്മുടെ കപ്പ വേവിച്ചതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി വറുത്തിടാം. അതിനുവേണ്ടി ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. വറുത്തിട്ടതിന് ശേഷം ഇളക്കി യോജിപ്പിക്കണം. ഇവിടെ ഞാൻ നെയ്മീൻ മുളകിട്ടത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മത്തി മുളകിട്ടതും ചേർത്ത് കഴിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിരിക്കും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ നെയ്മീനാണ് മുളകിട്ട് ചേർത്ത് കഴിക്കുന്നത്, അതുകൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടൻ കപ്പ വേവിച്ചത് ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. മിക്കവർക്കും ഈ റെസിപ്പിയൊക്കെ അറിയാമായിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.